എന്തിനാണ് പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും തിരുസഭയിലും അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ പഠനങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു വലിയൊരു പഠനം അവർ നൽകുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് നോക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നടക്കാത്ത അല്ലെങ്കിൽ മാറ്റം വരാത്ത മേഖലകളുണ്ട്. ചില ബന്ധനാവസ്ഥകളിൽ പെട്ടുപോയി കഴിയുമ്പോൾ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് മാറിപ്പോകത്തില്ല. അത് അഗ്നിയിൽ ദഹിപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും അത് മാറാത്ത അവസ്ഥയുണ്ടാകും. എന്നാൽ അരുണോദയത്തിൽ അത് ഉരുകും. അതായത് അരുണോദയത്തിൽ ഉരുകുക എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, അതായത് സൂര്യൻ ഉദിക്കുന്ന ആ സമയത്ത് ഉള്ള പ്രാർത്ഥനയിൽ അത് മാറിപ്പോകുന്നുള്ള, ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും അതിരാവിലെ ഉണർന്ന് അവിടുന്ന് വിജനപ്രദേശത്തേക്ക് പോയി. അതിരാവിലെ ഉണർന്ന് അവൻ മലയിലേക്ക് പോയി. അതിരാവിലെ ഉണർന്ന് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള വാചകങ്ങൾ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവിടുന്ന് അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിച്ചു. പ്രഭാതങ്ങളിൽ അവിടുത്തെ പ്രാർത്ഥനകൾ മുഴുവനും പ്രഭാതങ്ങളിലായിരുന്നു. പ്രഭാതങ്ങളിലെല്ലാം പ്രാർത്ഥന നിരതമായിരുന്നു. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയിലേക്ക് നമ്മൾ വരണം. ഈ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഒരു പ്രത്യേകത രാത്രിയിൽ വളരെ വൈകി കിടക്കുകയും പ്രഭാതം കാണാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. പലപ്പോഴും ജീവിതത്തിലെ പല നന്മകളും നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം പ്രഭാതത്തിൽ ഉണരാതിരിക്കുന്നതാണ്. നമ്മൾ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു തീരുമാനം എടുത്താൽ മതി. ആ തീരുമാനം ഒന്ന് നടപ്പിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് അവിടെ മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങളാണ്. തടസ്സം വേറൊന്നുമല്ല, നമ്മളിൽ തന്നെയായിരിക്കും തടസ്സം. നമുക്ക് ഉറങ്ങാനുള്ള ഒരു ഉറക്കം ചടവ് മാറാത്ത ഒരവസ്ഥയൊക്കെ നമുക്ക് വരും. ശാരീരിക ക്ഷീണം കഠിനമായിട്ട് വരും. പക്ഷെ അതിനെല്ലാത്തിനെയും അതിജീവിച്ച് അതിനെല്ലാത്തിനെയും മാറ്റാൻ തീരുമാനമെടുത്ത് ഒറ്റ തീരുമാനത്തോടുകൂടി അതിരാവിലെ ഉണരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ നമ്മൾ ഏത് മേഖലയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ആകയാൽ നമുക്കൊരു തീരുമാനമെടുക്കാം. എല്ലാ ദിവസവും പ്രഭാതങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള തീരുമാനമെടുക്കാം. വലിയ മാറ്റങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിലേക്ക് നൽകും. ആകയാൽ പ്രഭാതത്തിൽ ഉണരാൻ തീരുമാനിക്കാം. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ എല്ലാ തടസ്സങ്ങളെയും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പ്രഭാതത്തിൽ ഉണരുവാനും തടസ്സം മാറ്റുന്ന പ്രാർത്ഥനകളിലൂടെ ജീവിതത്തിൽ മുന്നേറ്റം സ്വീകരിക്കുവാനും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.